ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ ഇന്ന് ഷാർജ പോലീസിൽ പരാതി നൽകും. ഭർത്താവ് സതീഷ് അതുല്യയെ നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്നും കൊലപാതകമാണോ എന്ന സംശയമുണ്ടെന്നും ബന്ധുക്കൾ പോലീസിനെ അറിയിക്കും. അതേസമയം ഷാർജയിലെ തന്നെ അൽ നഹദയിൽ മരിച്ച വിഭജിക്കയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. മരിച്ച അതുല്യയുടെ സഹോദരി അഖില, ഭർത്താവ് ഗോകുൽ എന്നിവരാണ് ഷാർജ പോലീസിന് പരാതി നൽകുക. ഭർത്താവ് സതീഷ് അതുല്യയെ നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്നും കൊലപാതകമാണോ എന്ന സംശയമുണ്ടെന്നും പോലീസിനെ അറിയിക്കും. സതീഷ് അതുല്യയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും പോലീസിന് സമർപ്പിക്കും. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികളുമായി രാവിലെ ചർച്ച നടത്തിയ ശേഷമാണ് പോലീസിനെ സമീപിക്കുക. ശനിയാഴ്ച പുലർച്ചെയാണ് അതുല്യയെ ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം ഷാർജ അൽ നഹദയിൽ മരിച്ച കൊല്ലം കൊറ്റങ്കര സ്വദേശി വിഭജിക്കയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. ഷാർജയിലുള്ള അമ്മ ശൈലജയും ബന്ധുക്കളും രാവിലെ കോടതിയെ സമീപിക്കും. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അനുമതിയും മറ്റു രേഖകളും ലഭിച്ചാൽ ഇവ ഇന്ത്യൻ കോൺസുലേറ്റിന് കൈമാറും. തുടർന്ന് എംബാമിംഗ് നടപടിയടക്കം പൂർത്തിയാക്കാനാണ് ശ്രമം. രാത്രിയോടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ബന്ധു ശ്രീജിത്ത് പറഞ്ഞു. വിഭജിക്കയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം പിതാവ് നിതീഷിന്റെ ആഗ്രഹപ്രകാരം കഴിഞ്ഞ ദിവസം ദുബായിൽ സംസ്കരിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.